ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ബട്ടൺ സെലക്ട് ചെയ്യുക. ഒപ്പം ഷെയർ, ലൈക്ക് ആൻഡ് പോരുക സഹജരെ, നേരമായി ധീരമായി മുന്നോട്ട് പോരുക സഹജരെ, ധീരമായി മുന്നോട്ട് പോരുക സഹജരെ. പുതുകാല പിറവിക്ക് നീതിയുടെ സമരമായി നിരയൊത്തൊരണിയായി ചേർന്നു നിൽക്കാൻ ധീരമായി മുന്നോട്ട് പോരുക സഹജരെ, ധീരമായി മുന്നോട്ട് പോരുക സഹജരെ. ഭരണഘടനയും ഫെഡറലിസവും തകർത്ത കർഷകദ്രോഹ നിയമങ്ങളിലൂടെ രാജ്യത്തിന്റെ അന്നദാതാക്കളായ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന, തൊഴിലില്ലായ്മ രൂക്ഷമാക്കിയ, രാഷ്ട്ര സംവിധാനങ്ങളെ മതവൽക്കരണത്തിലേക്ക് തള്ളിയിട്ട, ജനാധിപത്യവും മതേതരത്വവും കൊലപ്പെടുത്തിയ, സ്വാതന്ത്ര്യവും പൗരാവകാശവും പിച്ചിച്ചിന്തിയ, ഫാഷിസത്തിനെതിരെ ശബ്ദിക്കുന്ന ദേശസ്നേഹികളെ ജയിലുകളിൽ തള്ളുന്ന, സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വമില്ലാത്ത, രാജ്യത്തെ കടക്കണിയിലേക്ക് വലിച്ചിഴച്ച, പൊതുമേഖലയെ സ്വന്തക്കാർക്ക് തീറെഴുതി കൊടുത്ത, ചിതലരിക്കാത്ത ചരിത്രങ്ങളിൽ കാവിയടിച്ച് വിദ്യാഭ്യാസം വിരോധാഭാസമാക്കിയ, വിദ്വേഷ പ്രചാരണങ്ങളിൽ വിവേചനത്തിന് അറുതിയില്ലാത്ത, അന്വേഷണ ഏജൻസികളെ വിട്ട് എതിർപക്ഷ രാഷ്ട്രീയത്തെ നിശബ്ദമാക്കുന്ന ഫാഷിസ്റ്റ് കാട്ടാള ഭരണത്തിന് അന്ത്യം കുറിക്കാൻ SDPI നടത്തുന്ന ജനമുന്നേറ്റ യാത്ര. രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി SDPI സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 14 കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മാർച്ച് 1 തിരുവനന്തപുരത്ത് സമാപിക്കുന്ന SDPIയുടെ സമര പോരാട്ടത്തിലേക്ക് വരിക. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളേവരെയും ഈ ജനമുന്നേറ്റ യാത്രയുടെ ഭാഗമാകാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. അക്രമി പരിചകൾ അധികാര വഴികളിൽ ഫാഷിസ്റ്റ് ഭീകരർ മരണം വിതയ്ക്കവേ, മർദ്ദിത പാവങ്ങൾ അഗ്നിയായി കത്തി പടരുന്ന വിപ്ലവ ദീപന്തമാകുവാൻ പോരുക പോരുക സഹജരെ, നേരമായി ധീരമായി മുന്നോട്ട് പോരുക സഹജരെ, പോരുക പോരുക സഹജരെ, നേരമായി ധീരമായി മുന്നോട്ട് പോരുക സഹജരെ. 7.5 പതിറ്റാണ്ട് പിന്നിടുന്ന ഇന്ത്യൻ ഭരണഘടന, ആയിരക്കണക്കിന് മനുഷ്യമക്കൾ സ്വാതന്ത്ര്യത്തിന്റെ ബലിക്കല്ലിൽ ജീവൻ ഹോമിച്ച് നേടിയ ഇന്ത്യൻ ഭരണഘടന, ജയിലറകളിലും കഴുമരങ്ങളിലും ജീവിതം സമർപ്പിച്ച സമര പോരാളികളുടെ ജീവരക്തത്താൽ ഇന്ത്യൻ ജനതക്ക് സമ്മാനിച്ച മൂല്യവത്തായ ഇന്ത്യൻ ഭരണഘടന, ഫാഷിസത്തിന്റെ കരാള ഹസ്തങ്ങളിൽ ഇന്ത്യൻ ഭരണഘടന ഞെരിഞ്ഞമരുന്ന ഈ ദശാസന്ധിയിൽ പൗരസമൂഹത്തെ തൊട്ടുണർത്തിക്കൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളും സാമൂഹിക നീതിയും തുല്യാവകാശവും സ്വാതന്ത്ര്യവും സുരക്ഷയും പൗരഭൂരിപക്ഷത്തിന് നിഷേധിക്കുന്ന ഫാഷിസ്റ്റ് വൈതാളിക ഭരണകൂടത്തിൽ നിന്ന് രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി SDPI സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര ഫെബ്രുവരി 14 കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മാർച്ച് 1 തിരുവനന്തപുരത്ത് സമാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഈ യാത്രയുടെ ഭാഗമായിക്കൊണ്ട് അണിചേർന്നുകൊണ്ട് ഈ നാടിന്റെ ഭാവി ഭാഗധേയത്തിൽ നിങ്ങൾ കൂടി പങ്കാളികളാവുക. ഭയമേതുമില്ലാത്തൊരിന്ത്യയെ സ്വാതന്ത്ര്യമതുവാക്കി പണിതീടുവാൻ, പട്ടിണി പടർത്തുന്ന ചൂഷകവർഗത്തിൻ ഫാഷിസ്റ്റ് ധിക്കാര നരകം തകർക്കുവാൻ, ഫാഷിസ്റ്റ് ധിക്കാര നരകം തകർക്കുവാൻ. ജനാധിപത്യത്തിന്റെ മരണമണി മുഴക്കി രാജ്യം ഏകാധിപത്യത്തിന് വഴിമാറുമ്പോൾ, ഏകശിലാ ഭരണക്രമത്തിലേക്ക് രാജ്യം നടന്നെടുക്കുമ്പോൾ, നിയമനിർമ്മാണ നിർവഹണ സംവിധാനങ്ങൾ ഫാഷിസത്തിന്റെ ചട്ടുകമായി മാറുമ്പോൾ,
ഇതല്ല നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികൾ സ്വപ്നം കണ്ട ഇന്ത്യയെന്ന് ഇന്ത്യൻ ജനതയെ ബോധ്യപ്പെടുത്താൻ, സുസ്ഥിരമായ ഭരണം കെട്ടിപ്പടുക്കാൻ, ഫാഷിസത്തിൽ നിന്ന് ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ, മതജാതി വർണ്ണവർഗ ഭാഷാവേഷ വ്യത്യാസമില്ലാത്ത സ്നേഹ സൗഹൃദം സംരക്ഷിക്കാൻ, ഫാഷിസം കരിച്ചു കളഞ്ഞ മാനവിക സാഹോദര്യം തിരിച്ചു പിടിക്കാൻ SDPI സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര ഫെബ്രുവരി 14 കാസർഗോഡ് നിന്ന് ആരംഭിച്ച SDPIയുടെ ജനമുന്നേറ്റ യാത്ര തിരുവനന്തപുരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് കുതികുതിക്കുകയാണ്. പ്രിയപ്പെട്ട പൗരസമൂഹമേ, നിങ്ങളും ഈ ജനമുന്നേറ്റ യാത്രയിൽ SDPIയുടെ നക്ഷത്രാങ്കിത രക്തഹരിത പതാകയ്ക്ക് കീഴിൽ ഒന്നു ചേർന്ന് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പാർട്ടി ജില്ലാ പ്രസിഡന്റ് K. റിയാസ്, ഈ ജനമുന്നേറ്റ യാത്രയുടെ ക്യാപ്റ്റൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ഫൈസൽ ഇസുദ്ദീൻ, ഈ സമ്മേളനം അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്ന തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി രത്നം സാർ, വൈസ് ക്യാപ്റ്റന്മാരായ തുളസീധരൻ പള്ളിക്കൽ, റോയ് അറയ്ക്കൽ, റൈഹാനത്ത് സുധീർ, വിമൻ ഇന്ത്യ മൂവ്മെൻറ്റ് സംസ്ഥാന സെക്രട്ടറി MM താഹിർ തുടങ്ങി സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കളെ, ആദ്യമായി ദൈവത്തിന് 1000 സ്തുതി പറയുകയാണ്. സ്വീകരണത്തിന് അഭിവാദ്യം ചെയ്തുകൊണ്ട് ജാഥ ക്യാപ്റ്റനും SDPI സംസ്ഥാന പ്രസിഡന്റുമായ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ സ്വീകരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് റിയാസ്, ഇതിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ഫൈസൽ ഇസുദ്ദീൻ, യാത്രയിൽ ജാഥ ഉപ ക്യാപ്റ്റന്മാരായ പാർട്ടിയുടെ ഭാരവാഹികളായ സഹപ്രവർത്തകർ തുളസീധരൻ പള്ളിക്കൽ, റോയ് അറയ്ക്കൽ, ഇവിടെ അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള തമിഴ്നാട് ഘടകം സംസ്ഥാന സെക്രട്ടറി രത്നം അണ്ണാച്ചി, പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ P. അബ്ദുൽ ഹമീദ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി അജ്മൽ ഇസ്മായിൽ, സംസ്ഥാന സെക്രട്ടറിമാരായ K. അബ്ദുൽ ജബ്ബാർ, PR സിയാദ്, ജോൺസൺ കണ്ടച്ചിറ, സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് AK സലാഹുദ്ദീൻ, നമ്മുടെ ആലപ്പുഴ ജില്ലക്കാരനും പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗവുമായ ഇവിടെ അഭിവാദ്യം ചെയ്യുന്ന താഹിർ MM, വിമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി റൈഹാനത്ത് സുധീർ, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി സാലിം, സംസ്ഥാന സമിതി അംഗങ്ങളായ അൻസാരി അനാത്ത്, അഷ്റഫ് പ്രാവച്ചമ്പലം, മുസ്തഫ പാലേരി, VM ഫൈസൽ, PM അഹമ്മദ്, ഡോക്ടർ CH അഷ്റഫ്, M ഫാറൂഖ്, ജോർജ് മുണ്ടക്കയം, T നാസർ, പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികളായ AB ഉണ്ണി, അസ്ഹാബുൽ ഹക്ക്, നാസർ പഴയങ്ങാടി, ഫൈസൽ പഴയങ്ങാടി, U ഇബ്രാഹിം, ഷമീറ ഷാനവാസ്, VM ഫഹദ്, റിയാദ് മണ്ണഞ്ചേരി, സിയാദ് മണ്ണാമുറി, M ജയരാജ്, ഷീജ നൌഷാദ്, മണ്ഡലം പ്രസിഡന്റുമാരായ നസീബ് ബഷീർ, ഷംസുദ്ദീൻ, നാസർ അടിവാരം, സുനീർ കാക്കാഴം, നിസാം വിയപുരം, അൻസർ കാർത്തികപ്പള്ളി, ഷാജഹാൻ കോപ്പാറ, നിസാൻ താമരക്കുളം, ഷാനവാസ് മാന്നാർ, മറ്റ് പാർട്ടിയുടെ മണ്ഡലം ബ്രാഞ്ച് തലം വരെയുള്ള ഭാരവാഹികളെ, പ്രിയമുള്ള പാർട്ടി പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, കഴിഞ്ഞ 14-ാം തീയതി കാസർഗോഡ് നിന്നും തുടക്കം കുറിച്ച ജനമുന്നേറ്റ യാത്രയാണ്
ഒരുപാട് പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള പുന്നപ്രയുടെയും വയലാറിൻ്റെയും മണ്ണായ ആലപ്പുഴയിൽ അതിനേക്കാൾ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർക്ക് അതിവൈകാരികമായി ബന്ധമുള്ള ധീരമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ KS ചാൻ്റെ വീരോചിതമായ രക്തസാക്ഷ്യം കൊണ്ട് സാന്നിധ്യമറിയിക്കുന്ന ആലപ്പുഴ മണ്ണിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ആദ്യമായി ഇവിടെ ഒരുക്കിയ ഈ സ്വീകരണത്തിന് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് ഇതിൻ്റെ ആലപ്പുഴ ജില്ലയ്ക്ക് ഹൃദ്യമായി നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ KS ചാൻ്റെ മക്കൾ ഈ വേദിയിൽ വന്നുകൊണ്ട് നൽകിയ ആ ആത്മബന്ധത്തിൻ്റെ ആദർശബന്ധത്തിൻ്റെ ആ ഒരു പ്രകടമായ ഒരു സ്വീകരണം, അതിന് വളരെ സന്തോഷത്തോടെ അതോടൊപ്പം അഭിമാനത്തോടെ നന്ദി അറിയിക്കുകയാണ്. പാർട്ടിയുടെ താഴെ തട്ടുള്ള ഘടകങ്ങൾ നിരന്തരമായി ഇടപെട്ടതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തീരുമാനിച്ചൊരു പരിപാടിക്ക് ഇത്രയും വലിയൊരു സ്വീകരണം ഒരുക്കാൻ കഴിഞ്ഞത്. ആ പാർട്ടിയുടെ താഴെ തട്ടുവരുള്ള മുഴുവൻ ഘടകങ്ങൾക്കും പ്രവർത്തകർക്കും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ബഹുമാന്യനായ ഫൈസൽ ഇസുദ്ദീൻ ഇവിടെ വിശദീകരിച്ചു. ഞങ്ങൾ കാസർഗോഡ് നിന്നും തുടങ്ങി ഇവിടെ എത്തിച്ചേരുമ്പോൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ടല്ല പ്രയാണം നടത്തിയിട്ടുള്ളത്. ഈ ജാഥ ഉന്നയിക്കുന്നത് രാജ്യത്തിൻ്റെ പ്രശ്നമാണ്, രാഷ്ട്രനിവാസികളുടെ പ്രശ്നമാണ്. രാജ്യമെന്ന് പറഞ്ഞാൽ അത് ഞാനാണ്. രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലാണ്. ഞാനാണ് രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്ന, ഗ്യാരണ്ടി എന്ന് പറയുന്ന അഹങ്കാരിയായ നരേന്ദ്രമോദിയല്ല ഇന്ത്യ എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ പ്രയാണം ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ബഹുത്വത്തിലധിഷ്ഠിതമായ സംസ്കാരം പേറുന്ന ഈ രാജ്യത്തിൻ്റെ പൗരസമൂഹവും രാജ്യത്തിൻ്റെ ഭരണഘടനയുമാണ്. ആ സന്ദേശമാണ് കേരളത്തിൻ്റെ മുഴുവൻ ഗ്രാമങ്ങളിലും ഈ യാത്രയിലൂടെ നടത്തുന്നത്. അതുമാത്രമല്ല, ഈ പ്രസ്ഥാനം രാജ്യവ്യാപകമായി നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശവും അത് തന്നെയാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഞാൻ സാന്ദർഭികമായി എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ സന്ദേശം പൊതുസമൂഹത്തോട് പറയുമ്പോൾ, ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് ജനങ്ങളോട് പൊതുവേദികൾ സംവദിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇന്ത്യ രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിൽ പൗരധർമ്മ നിർവഹണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഉത്ബോധനം നടത്തുമ്പോൾ, ഇതിങ്ങനെ ഗുജറാത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇത്തരം രാഷ്ട്രീയ വിശദീകരണ പരിപാടികൾ. ഇത് യോഗിയുടെ യിൽ നടന്നുകൊണ്ടിരിക്കുന്നു, മഹാരാഷ്ട്രയിൽ നടന്നുകൊണ്ടിരിക്കുന്നു, ബീഹാറിലും എന്ന് വേണ്ട രാജ്യവ്യാപകമായി 15 സംസ്ഥാനങ്ങൾ വ്യവസ്ഥാപിതമായ പ്രവർത്തനത്തിലൂടെയും മറ്റു ജില്ലകൾ ഭാഗികമായും ഈ പ്രസ്ഥാനം പൊതുസമൂഹത്തോട് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ രാഷ്ട്രീയ അധികാരത്തെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നിർഭയത്വത്തോടെ സംവദിച്ചു കൊണ്ടിരിക്കുന്നു. അഥവാ രാജ്യവ്യാപകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അതോടൊപ്പം 1000-നടുത്ത് ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുള്ള ഒരു പാർട്ടിയാണ് ഈ പാർട്ടി എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പാർട്ടിക്ക് ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു പ്രദേശത്ത് നിന്നുകൊണ്ട് ഞാനിത് പറയുമ്പോൾ, രൂപം കൊണ്ട് 15 വർഷം കൊണ്ട് രാജ്യവ്യാപകമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉയർത്തിക്കാണിച്ചുകൊണ്ടല്ല, ഒരു കുടുംബത്തെ ഉയർത്തിക്കാണിച്ചുകൊണ്ടല്ല, രാജ്യം അറിയപ്പെടുന്ന ഏതെങ്കിലും മുതലാളിയുടെ പിൻബലത്തോടു കൂടിയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്നും വിഘടിച്ചു വന്ന നേതാവിനെ ഉയർത്തിക്കാണിച്ചുകൊണ്ടല്ല, മറിച്ച് സാമൂഹ്യ ജനാധിപത്യം എന്ന രാഷ്ട്രീയ ആശയം രാജ്യത്തോട് സംവദിച്ചുകൊണ്ട് രാജ്യത്തെ ഭരണഘടനയാണ് നിലനിൽക്കേണ്ടത്, ഭരണഘടനാ മൂല്യങ്ങളുടെ ഗുണഭോക്താക്കളാകാൻ രാഷ്ട്രനിവാസികൾക്ക് അവസരമുണ്ടാകണമെന്ന് അവരുടെ അവകാശമാണ് എന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിന്റെ നിലനിൽപ്പും അതിൽ മാത്രമാണ് എന്ന് കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിർഭയ രാഷ്ട്രീയ സംഘാടനമാണ് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടിയുടെ അടിസ്ഥാന നയം തന്നെ പട്ടിണിയില്ലാത്ത, വിശപ്പില്ലാത്ത ഒരു സമൂഹമാണ്, ഭയമില്ലാത്ത സമൂഹമാണ്.
1.5 പതിറ്റാണ്ട് മുമ്പ് ഇത് രാജ്യത്തോട് പറയുമ്പോൾ പലരും പരിഹാസത്തോടെ ചോദിച്ചു. ഞാൻ അവരെയൊന്നും ആക്ഷേപിക്കുന്നില്ല. എന്താണ് ഇവിടെ സുഡാപ്പികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമെന്നവർ വെറുതെ പറയുകയാണെന്ന് പറഞ്ഞു. ഒരുപക്ഷെ പലരുടെയും പഴയകാല പ്രസംഗങ്ങൾ കേട്ടാൽ നിങ്ങൾക്കത് ബോധ്യം വരും. ഇന്ത്യൻ ഫാക്ഷത്തെ കൃത്യമായി വിശകലനം ചെയ്ത് അതിന്റെ അപകടത്തെക്കുറിച്ച് രാജ്യവ്യാപകമായി ചർച്ച ചെയ്ത് ഈ രാജ്യത്തെ ചിന്തിക്കുന്ന ആളുകളുടെ മുന്നിൽ വിഷയങ്ങൾ അവതരിപ്പിച്ച് ഫാഷിസം എത്രത്തോളം അപകടകരമാണ് എന്നും അത് പടർന്നു പന്തലിക്കുന്ന രീതികൾ എന്തൊക്കെയാണ് എന്നും അത് സമൂഹത്തിൽ അനുവർത്തിക്കുന്ന പ്രവണതകൾ എന്തൊക്കെയാണ് എന്നും ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തോട് ഞങ്ങൾ സംവദിക്കാൻ തുടങ്ങിയത്. ഞാൻ ആവർത്തിക്കുന്നു, കൃത്യമായി പറഞ്ഞു. അതുകൊണ്ട് ഇന്ത്യ മോദി ഭരിക്കുമെന്ന് മാത്രമല്ല, 2025 മുമ്പ് ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്ററി സംവിധാനത്തെ പോലും സസ്പെൻഡ് ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടന മാറ്റിവെച്ചുകൊണ്ട് പകരം മനുസ്മൃതി നടപ്പിലാക്കുന്ന തരത്തിലേക്ക് സംഘപരിവാറിന്റെ RSSന്റെ പ്രഖ്യാപിതമായ നിലപാടുകൾ വിജയിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെ പ്രതിരോധിക്കാൻ 1.25 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം പറയുന്ന സ്വാതന്ത്ര്യ സമര ചരിത്രം പറഞ്ഞുകൊണ്ട് ആവേശം കൊള്ളുന്ന ഒരു ഗാന്ധിയൻ പ്രസ്ഥാനത്തിന് സാധ്യമല്ലാത്ത തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് മാത്രമല്ല, സംഘപരിവാർ തുറന്നുവിട്ട ദുർഭൂതത്തിന്റെ പിന്നാലെ കൂടാൻ മത്സരിക്കുന്ന ആളുകളായിട്ടാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനത്തിന്റെ ആളുകളെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് ഈ ഉത്തരവാദിത്ത രാജ്യനിവാസികൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. നാം ആരെയും കാത്തിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ അഥവാ രാജ്യത്തിന്റെ അഥവാ പൗരസമൂഹത്തിന്റെ ഭാവിയുടെയും രാഷ്ട്രസുരക്ഷിതത്വത്തിന്റെയും തലമുറയ്ക്ക് വേണ്ടിയുള്ള സാമൂഹ്യ സുരക്ഷിതത്വത്തിന്റെയും ബാധ്യത അത് ഏറ്റെടുത്തുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നാം ആരെയും കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന നിർഭയത്വത്തിന്റെ കൃത്യമായി നിർണയിച്ച ലക്ഷ്യത്തിന്റെ രാഷ്ട്രീയം 1.5 പതിറ്റാണ്ട് കാലമായി രാജ്യത്തോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നു. അത്തരം സംവാദനത്തിലൂടെ, അത്തരം ഇടപെടലിലൂടെ, അത്തരം പ്രവർത്തനത്തിലൂടെയാണ് രാജ്യവ്യാപകമായി ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇന്ന് STPയുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും പറയാൻ ഒരു വ്യക്തി ഉണ്ടാകും. ഞങ്ങൾ പറയാണ്ട് കളക്റ്റീവ് ലീഡർഷിപ്പ് എന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല ഈ പ്രസ്ഥാനം. ഈ രാഷ്ട്രീയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഏത് പാർട്ടിയെക്കുറിച്ച് ചോദിച്ചാലും, 4 പേരില്ലാത്ത ഏത് രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റും. കേരളത്തിൽ തന്നെ ആലോചിച്ച് നോക്കണം. ഏത് പാർട്ടിയെക്കുറിച്ച് ചോദിച്ചാലും പറയാൻ പറ്റും. ഏത് പാർട്ടിക്കും പറയാൻ പറ്റും. പക്ഷേ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ചോദിച്ചാൽ ഇന്നിതിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഞാനാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമാകും. കുറച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരാളാകും. ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടക്കും. ഞങ്ങൾ അതുകൊണ്ട് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്നുവെന്ന് മാത്രമല്ല, വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുറത്ത് രാജ്യം കാത്തിരിക്കുന്ന ആശയം സമൂഹത്തെ ബോധ്യപ്പെടുത്തി അതിലേക്ക് ജനങ്ങളെ ആകൃഷ്ടരാക്കി ഉത്തമ ബോധ്യത്തോടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൽ അഭിമാനം കൊള്ളുന്ന നവരാഷ്ട്രീയ നേതൃത്വത്തെ വളർത്തിക്കൊണ്ടുവന്ന് ഇന്ത്യ രാജ്യത്തിന് കാവലൊരുക്കുക എന്ന ജനാധിപത്യത്തിന്റെ ഉത്തരവാദിത്തമാണ് ഈ പ്രസ്ഥാനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയാനുള്ള കാര്യം, ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രസ്ഥാനം ജനങ്ങൾ രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ആകൃഷ്ടനായി ഇന്ന വ്യക്തിയുടെ പാർട്ടി എന്ന് പറയാൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളെ പോലെ അതിന്റെ MDയെ കണ്ടാൽ കാര്യം നടക്കുന്ന തരത്തിലല്ല ഈ പ്രസ്ഥാനം. അതിവിടുത്തെ സാമ്പ്രദായിക പ്രസ്ഥാനങ്ങൾക്ക് ബോധ്യമുണ്ട്. പ്രലോഭനം കൊണ്ടോ പ്രകോപനം കൊണ്ടോ ആരെയും വിലയ്ക്ക് വാങ്ങാൻ സാധ്യമാകുന്ന തരത്തിലാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയെങ്കിലും. നമുക്കറിയാം, NDയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന് മടങ്ങിപ്പോയ ബീഹാർ മുഖ്യമന്ത്രിയുടെ കാര്യം ഒരു ബീഹാർ മുഖ്യമന്ത്രി തീരുമാനിച്ചപ്പോൾ ഒരു പ്രസ്ഥാനം മുഴുവനും പോകുകയാണ്. ലല്ലു പ്രസാദ് യാദവിന്റെ പാർട്ടി എന്ന് പറയും, മുലായം സിംഗിന്റെ പാർട്ടി എന്ന് പറയും. കേരളത്തിൽ വരുമ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളുടെ ഞാൻ പേരൊന്നും പറയുന്നില്ല. അങ്ങനെ വ്യക്തികളുടെ പാർട്ടിയാണെങ്കിൽ ഇല്ല. ഇത് രാഷ്ട്രീയത്തിന്റെ അടിത്തറയിൽ പടുത്തുയർത്തപ്പെട്ട ഒരുപാട് ആളുകൾ ആലോചിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആഭ്യന്തര ജനാധിപത്യം കാത്തുസൂക്ഷിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ച് അഭിമാനത്തോടെ സംസാരിച്ച് അതിന്റെ അപകടത്തിനെതിരെ കാവൽ നിൽക്കാൻ പ്രാപ്തിയുള്ള ജനാധിപത്യവാദികളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഞാനത് വളരെ കൃത്യമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഞാൻ പറഞ്ഞത് ഇന്ന് ആലപ്പുഴയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ സന്ദേശം പറയുമ്പോൾ ഇത് രാജ്യവ്യാപകമായി മറ്റെന്തെങ്കിലും പരിപാടികളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
അല്ലെങ്കിൽ പ്രാദേശികമായ മീറ്റിങ്ങുകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് യാത്രയിൽ ജനങ്ങളോട്, കേരളത്തിന്റെ ജനതയോട് സംവദിക്കുന്നത്? ഇന്ത്യയെ വീണ്ടെടുക്കണമെന്ന് പറഞ്ഞാൽ ഒന്നാമതായി രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണഘടന എന്ന് ഞാൻ സൗന്ദര്യവാക്ക് പറഞ്ഞല്ല, യാഥാർത്ഥ്യബോധമാണത്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. നിയമവിധേയമായി രാജ്യം മുന്നോട്ട് പോകണം. ഒരു ഭരണഘടന എന്ന് പറയുന്നത് നിയമവ്യവസ്ഥതയ്ക്ക് വിധേയമായ രാജ്യരൂപം കൊണ്ടത് ആരും നമുക്ക് ഔദാര്യമായി തന്നത് കൊണ്ടല്ല, മറിച്ച് നാം എപ്പോഴും അറിയുന്നതും ഓർക്കുന്നതും പോലെ നമ്മുടെ പൂർവികരുടെ നിരന്തരമായ സമര പോരാട്ടങ്ങളുടെ രൂപം കൊണ്ടതാണ്. അത് ഒരുപാട് ആളുടെ വീരോചിതമായ രക്തസാക്ഷിത്വമുണ്ട്. ഒരുപാട് ആളുകൾ തൂക്കുകയറിൽ കിടന്ന് ആടിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് തടവറ വിധിക്കപ്പെട്ടിട്ടുണ്ട്. തടവറകളുടെയും അഥവാ കൽത്തുറുങ്കളുടെയും കയ്യാമങ്ങളുടെയും തൂക്കുമരങ്ങളുടെയും എല്ലാം പരിണിതിയാണ്. തന്റെ നെഞ്ചിലേക്ക് വന്ന വെടിയുണ്ടയെ നെഞ്ചുകൊണ്ട് പ്രതിരോധിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ മോചനത്തിന് സിന്ദാബാദ് വിളിച്ച് അങ്ങനെ പോരാട്ട ലഹരിയായി മാറി. അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായി മാറി. അതിന് വിശ്വാസത്തിന്റെയും ധാർമ്മികതയുടെയും അഭിമാനബോധത്തിന്റെയും പിൻബലമുണ്ടായപ്പോൾ അതൊരു വിമോചനത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തിയെന്നതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമെങ്കിൽ ആ ചരിത്രത്തിന്റെ പൂർണ്ണതയാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന. ആ ഭരണഘടനയുള്ളത് കൊണ്ടാണ് ഈ രാജ്യത്തെ കീഴാളനെ മനുഷ്യനായി കാണുന്നത്. ഈ രാജ്യത്തെ പട്ടികവർഗക്കാരെ മനുഷ്യനായി കാണുന്നത്. ഈ രാജ്യത്തെ ഈഴവ സമുദായത്തെ മനുഷ്യരായി കാണുന്നത്. നമ്മുടെ നാടിന്റെ ധീവര സമുദായത്തെ മനുഷ്യരായി കാണുന്നത്. അത്തരമൊരു ഭരണഘടന രൂപം കൊണ്ടില്ലായിരുന്നുവെങ്കിൽ, അഥവാ ഇന്ത്യ രാജ്യം മതനിരപേക്ഷതയുടെ ഇന്ത്യയായില്ലായിരുന്നുവെങ്കിൽ, മതേതരത്വ രാജ്യത്തിന്റെ തത്വമായി മാറിയില്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾ അറിയേണ്ടത് ബ്രാഹ്മണ്യത്തിന്റെ മനുസ്മൃതിയിലൂടെ ഇത്തരം സാമൂഹ്യ വിഭാഗങ്ങളെ മനുഷ്യരായി കാണില്ലായിരുന്നു. അവർക്ക് വോട്ട് ചെയ്യാൻ പോയിട്ട് ഒന്നിനും അവകാശമില്ലാത്ത മനുഷ്യരായി പോലും പരിഗണിക്കപ്പെടാത്ത ഒരു സ്ഥിതിവിശേഷ രാജ്യത്ത് നിലനിൽക്കുമായിരുന്നു. വീണ്ടും ഭരണഘടന മാറ്റിവെച്ചുകൊണ്ട് പകരം വരുന്നത് മനുസ്മൃതിയാണെങ്കിൽ അത് തന്നെയാണ് രാജ്യത്ത് നടക്കാൻ പോകുന്നത്. അതിലും ആർക്കും ഒരു സംശയം വേണ്ട. അതുകൊണ്ട് രാജ്യം അപകടത്തിലേക്ക് പോകുന്നുവെന്ന് ബോധ്യം വന്നപ്പോൾ നിതാന്ത ജാഗ്രതയോടെ നിരന്തരമായി രാഷ്ട്രീയ ആശയം സമൂഹത്തോട് സംവദിച്ച പ്രസ്ഥാനം ഇന്ന് പറയുകയാണ്, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അത് സംരക്ഷിക്കപ്പെടണമെന്നത് സംഘപരിവാർ ഗവൺമെന്റിനോടുള്ള അഭ്യർത്ഥനയായിട്ടല്ല ഈ പ്രയാണം, മറിച്ച് പൊതുസമൂഹത്തോട് പറയുകയാണ്, നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയമായ പ്രാപ്തി വീണ്ടെടുക്കേണ്ടതുണ്ട് എന്നാണ് യാത്രയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നരേന്ദ്രമോദിയോട് ഭരണഘടനകൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ കുറുക്കനോട് കോഴിയെ സംരക്ഷിക്കണമെന്ന് പറയുന്നത് പോലെയായി പോവും. ആ വിഡ്ഢികളല്ല യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ല നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഭരണഘടന സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ കോഴിക്കൂടിന്റെ കാവല് കുറുക്കനെ ഏൽപ്പിക്കുന്നത് പോലെയാകും. അതേത് കാര്യത്തിലും മനുഷ്യത്വത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഏത് സംഗതിയെക്കുറിച്ച് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു ഔപചാരികതയ്ക്കപ്പുറത്ത് ആത്മാർത്ഥമായി ആവശ്യപ്പെടാൻ മനസ്സാക്ഷിയുള്ളവർ കഴിയില്ല. കാരണം അതൊന്നും കേൾക്കാൻ പ്രാപ്തമായ മൂല്യങ്ങളുള്ളവരല്ല രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. RSSകാരും അതിന് സാധ്യമല്ല. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. RSSകാരോട് ഞങ്ങളെ സ്വീകരിക്കുന്ന സമീപനം പലരും ചോദിക്കാറുണ്ട്. ഞങ്ങൾ പറയുന്നത് RSSന്റെ പ്രത്യയശാസ്ത്രം നെഞ്ചിലേറ്റിയ ഒരാളെ സംബന്ധിച്ച് അവനിൽ മനുഷ്യത്വമില്ലാത്തവനാണ്. അവൻ സമൂഹത്തിൽ അഭിനയിക്കുകയാണ്. അവൻ നാട്യക്കാരനാണ്. അവന്റെ നാട്യമത്വവും കലാപകലുഷിതമായ നാളുകൾ രൂപം കൊള്ളുമ്പോൾ ഇവരെയെല്ലാം ഞാൻ വംശഹത്യക്ക് വിധേയമാക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഇവരെയെല്ലാം ഒന്ന് തിരിച്ചറിയാമെന്ന ഇടയിൽ പ്രവർത്തിക്കുന്നുവല്ലെങ്കിൽ ജീവിതമാർഗത്തിന് വേണ്ടി താൽക്കാലികമായി മനുഷ്യന്റെ ചില നാട്യങ്ങൾ അവൻ പ്രകടമാക്കുന്നുവെന്നതിനപ്പുറത്ത് ഒരു RSSകാരൻ മനുഷ്യനല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് വ്യക്തിപരമായി ഞാൻ. കാരണം മനുഷ്യത്വമില്ല. അവന്റെ മനുഷ്യത്വത്തെയാണ്. അതാണല്ലോ ഗുജറാത്തിൽ കണ്ടത്. ഗുജറാത്തിൽ മാത്രമാണോ വംശീയ കലാപത്തിന് മാസങ്ങളോളം വംശീയ കലാപം നിലനിന്നിരുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ ഉന്മൂലനത്തിന് വേണ്ടി? അതേതെങ്കിലും മണിപ്പൂരിൽ മാത്രമല്ല, മണിപ്പൂരിൽ നാളുകൾ നടന്നു. പുതിയ പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്ത് ഒരു കറകളഞ്ഞ RSSകാരന് മനുഷ്യനാകാൻ കഴിയില്ല. അവൻ ആ പ്രത്യയശാസ്ത്രം ഉപേക്ഷിച്ച് അവൻ അതിന് ബദൽ മനുഷ്യത്വം സ്വീകരിച്ചാലല്ലാതെ
നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഭരണഘടന സംരക്ഷിക്കപ്പെടണം. ഭരണഘടനാ മൂല്യങ്ങൾ, അത് സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം, നീതി വേണം, സുരക്ഷ, മനുഷ്യന്റെ സമാധാനം, രാജ്യത്തിന്റെ സൗഹൃദം വേണം. ഇതെല്ലാം ഇവിടെ സംരക്ഷിക്കപ്പെടണം. അതോടൊപ്പം തന്നെ ഇവിടെ പരാമർശിച്ച വിഷയങ്ങൾ ഞാൻ ദീർഘമാക്കുന്നില്ല. ഇന്ന് മറ്റ് സമാപരിപാടികൾക്ക് വ്യത്യസ്തമായി നമുക്കൊരു അതിഥി കൂടി ഇവിടെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘമാക്കുന്നില്ല. ഇവിടെ ബഹുമാനായ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ചില കാര്യങ്ങൾ വെച്ച് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ എനിക്ക് ആലപ്പുഴയിലെ പോലീസ് ഉദ്യോഗസ്ഥരോട് വളരെ മാന്യമായി അവർ കാര്യങ്ങളോട് സഹകരിക്കുന്നുണ്ട്. അപ്പോഴും മൂലയ്ക്ക് ഇരുട്ടിൽ കൊണ്ടുപോയി കഴുത്തിന് പിടിച്ചിട്ട് ജയ്ശ്രാം വിളിപ്പിച്ച പോലീസുകാരും ആലപ്പുഴയിലുണ്ട് എന്ന ധാരണ നമുക്കുണ്ട്. അതാകരുത് പോലീസിന്റെ സമീപനം. നിങ്ങൾക്ക് വ്യക്തിപരമായി സംഘി മനസ്സൊക്കെ ഉണ്ടാകാൻ ചില ഒറ്റപ്പെട്ടവർക്ക്, കേരള പോലീസ് സംവിധാനം മുഴുവനും അങ്ങനെയാണെന്ന അഭിപ്രായം നമുക്കില്ല. ആ അഭിപ്രായം ശരിയുമല്ല. ചിലരുണ്ട്, RSSന് സ്വാധീനമുണ്ട് കേരളത്തിന്റെ പോലീസിൽ, അവർക്ക് കൃത്യമായ നെറ്റ്വർക്കുണ്ട്, അവരാണ് അങ്ങനെ ജയ്ശ്രീറാം വിളിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് ഇതൊന്നും കേരളത്തിന് ഭൂഷണമല്ല. എന്താ കാരണം? കേരളത്തിൽ എന്ത് കണ്ടാണ് RSS കളിക്കുന്നത്? എന്ത് കണ്ടാണ് RSS കളിക്കുന്നത്? ജനങ്ങൾ നിങ്ങളെ പിന്തുണച്ചിട്ടുണ്ടോ? നിങ്ങൾ ശേഖരിച്ച് 1000ന്റെ പിൻബലത്തോടെ കേരളത്തിന്റെ ഭൂരിപക്ഷത്തെ കീഴ്പ്പെടുത്താമെന്നത് അപ്രായോഗികമാണ് എന്ന് 1000 വട്ടം നിങ്ങൾക്ക് തന്നെ ബോധ്യം വന്നതാണ്. 1000 കൊണ്ട് കേരളത്തിന്റെ ഭൂരിപക്ഷത്തെ കീഴ്പ്പെടുത്താൻ പറ്റുമോ? അതെങ്ങനെ കീഴ്പ്പെടുത്താൻ പറ്റുക? അതുകൊണ്ട് 1000 കൊണ്ടുള്ള കളിയല്ല വേണ്ടത്. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുന്നു, ഞാൻ പറഞ്ഞാൽ ഒരിക്കലും അവരെ ആക്ഷേപിക്കുന്നില്ല. അവരിൽ RSS നെറ്റ്വർക്കുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല. ഞാൻ അതിൻ്റെ തെളിവുകളിലേക്കും പോകുന്നില്ല. പക്ഷെ അങ്ങനെ ഉള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരുള്ള അവരോടും പറയുകയാണ്, യൂണിഫോം ഇടുമ്പോൾ അതിനോട് നീതി പുലർത്തണം. ഞാൻ ഇട്ടിരിക്കുന്ന യൂണിഫോം പോലീസിൻ്റെതാണ് എന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഈ നാട്ടുകാർ മുഴുവനും പ്രതീക്ഷിക്കുന്നത്. അല്ല, എന്താ അതിൻ്റെ ഒരു പ്രശ്നമെന്നറിയോ? പക്ഷപാതപരമായി ഒരു സമൂഹത്തോട് നിരന്തരം പെരുമാറിയാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ സമൂഹത്തിന് ഈ സംവിധാനത്തിൽ നിരാശ വന്നു പോകും. ഇന്ത്യ രാജ്യത്ത് വിവേചനം ഒരു സംസ്കാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തോടും ഭരണ സംവിധാനം വിവേചനമാണ് കാണിച്ചിട്ടുള്ളത്. ഉത്തരേന്ത്യയിലെല്ലാം സ്പെഷ്യൽ പോലീസ് കൊന്നൊടുക്കിയ മതന്യൂനപക്ഷങ്ങളുടെയും പിന്നാക്കക്കാരുടെയും എണ്ണം പറഞ്ഞാൽ തീരാത്തതാണ്. RSSകാര് ഭഗൽപൂരിൽ ഉൾപ്പെടെ കലാപമുണ്ടാക്കാൻ വരുമ്പോൾ അന്നവിടുത്തെ പോലീസുകാർ അതിൽ വഹിച്ച പങ്ക് പോലും നമുക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഇന്ന് RSSന് അധികാരം കിട്ടിയിട്ടുണ്ടെങ്കിലും രാജ്യത്തിന്റെ സാമൂഹ്യ ഘടനയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് എന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് തിരിച്ചറിയണം. RSSനെ വേർതിരിച്ച് കാണുന്ന ഒരു പൊതുസമൂഹം ഇവിടെ രൂപം കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വരുന്നവരോട് മാന്യമായി പെരുമാറുക, ഈ വ്യവസ്ഥിതിയിൽ ആർക്കും നിരാശയില്ലാതെ നോക്കൽ ഗവൺമെന്റ് സംവിധാനങ്ങളുടെ ബാധ്യതയാണ്. വരുമ്പോൾ അവൻ്റെ ജാതി ചോദിക്കണ്ട, മതം ചോദിക്കണ്ട, രാഷ്ട്രീയം ചോദിക്കണ്ട. കുറ്റകൃത്യത്തിൽ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആ നീതിയുടെ ഒരു സമീപനം നിയമപാലകരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. കേരളം ഭരിക്കുന്ന ഭരണകൂടത്തിൽ നിന്നും നമ്മൾ അത് തന്നെ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇന്ന് ഒരു സുഹൃത്ത് ഒരു പ്രസംഗം ഇട്ടുവന്നു, ഞാൻ അവസാനിപ്പിക്കുക. അതിൽ ബഹുമാനനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട KS രക്തസാക്ഷിത്വത്തിൻ്റെ തലേ ദിവസം ഇവിടെ ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കണ്ണൂരുകാരനായ RSS നേതാവ് വത്സൻ തില്ലങ്കേരി, അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുകയാണ്, 2017 ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതോടൊപ്പം CPMന്റെ നേതാക്കൾ മുഴുവൻ ആളുകളുമായി പലവട്ടം അദ്ദേഹവും രാജഗോപാലും RSSന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളും ഒരുപാട് പ്രാവശ്യം ചർച്ച നടത്തി ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു. അത് പൊതുസമൂഹം അറിയേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. റിസൾട്ടിനനുസരിച്ച് ആരെങ്കിലുമൊക്കെ അറിഞ്ഞോട്ടെ എന്നും വിചാരിച്ചു എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി RSSന്റെ ബന്ധത്തെക്കുറിച്ചാണ്. ലാവ്ലിൻ കേസ് എത്ര വട്ടം മാറ്റിവെച്ച്? 34 പ്രാവശ്യം മാറ്റിവെച്ചു. കോടതി ചോദിക്കുക CBI നിങ്ങൾക്ക് എന്തേ താല്പര്യമില്ലേ എന്ന്. ഒരു കോടതി ചോദിക്കുക 34 പ്രാവശ്യം വരുമ്പോൾ സർക്കാർ മാറ്റിവെക്കുകയാണ്.
വക്കീലിന് മൂത്രമൊഴിക്കാൻ മുട്ടി എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കുകയാണ്. എവിടെ മാറ്റിവെക്കുകയാണ് സുപ്രീം കോടതിയിൽ. അത് വെറുതെയാണ് നിങ്ങൾ വിചാരിക്കണ്ടോ? ഈ രാജ്യത്തെ മുഴുവൻ മുഖ്യമന്ത്രിമാരുടെ അടുക്കിലേക്കും RSSന് താല്പര്യമില്ലാത്ത മുഴുവൻ ആളുകളുടെ അടുക്കിലേക്ക് മീഡിയ ഉൾപ്പെടെയുള്ള ടൂളുകളെ ഉപയോഗപ്പെടുത്തി കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ട് കേരളത്തിൽ അത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരുപാട് വിചാരങ്ങൾ നമുക്ക് വേണം. സർവ്വ സംവിധാനങ്ങളും പക്ഷപാതപരമായി പെരുമാറുന്ന ഒരു രീതിയിലേക്ക് എത്തുകയാണ്. ആര് ഭരിച്ചാലും അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് എന്താണ്? ഞാൻ എപ്പോഴും പറയുന്നു, ഇവിടെയും പറയുകയാണ്, 75 കൊല്ലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരുണ്ട്, അഥവാ വോട്ട് ചെയ്യുന്നവരുണ്ട്. അതൊന്ന് വന്നാൽ 20 വയസ്സ് പ്രായമായവർ ഉൾപ്പെടെയുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇത്രയും കാലം നാം പല പാർട്ടിക്കും വേണ്ടി സിന്ദാബാദ് വിളിച്ചു. ആ പാർട്ടിയിൽ നിന്നും ഈ രാജ്യത്തിനും സമൂഹത്തിനും എന്ത് കിട്ടി? ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കേട്ട് വളർന്നു. ഒരു 50 വയസ്സുള്ളവർ എന്നെ കേൾക്കുന്നുവെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങളുടെ കൊച്ചുപ്രായം മുതൽ കേൾക്കുന്നത് കലാപകലുഷിതമായ രാജ്യത്തെക്കുറിച്ചല്ലേ? ഒരു 30 വയസ്സുള്ളവർ ഒന്ന് ആലോചിക്കണം. 1.5-2 വയസ്സ് മുതൽ കേൾക്കുന്നത് രാജ്യവ്യാപകമായി നടന്ന കലാപങ്ങളെ കുറിച്ചല്ലേ? എന്നും ഇങ്ങനെ കലാപങ്ങൾ, മുസ്ലിങ്ങൾക്കെതിരെ കലാപം, ക്രൈസ്തവർക്കെതിരെ കലാപം, സിഖുകാർക്കെതിരെ കലാപം, പട്ടികവർഗക്കാർക്കെതിരെ കലാപം, ഇങ്ങനെ കലാപം കേട്ട് വരുന്നു. ഒരു കലാപം കഴിഞ്ഞാൽ അതിന് കലാപം ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് സാമ്പ്രദായിക പാർട്ടികൾ വരുന്നു. എന്നിട്ട് 75 വർഷം കഴിഞ്ഞ് ഇന്നും നമ്മൾ ഭയപ്പാടല്ലാട്ടോ, ജനങ്ങളെ ഭയപ്പെടുത്തുന്നൊരു ഭരണകൂടമാണ്. ഭയം തൊട്ടു തീണ്ടരുത്. മരണത്തിൻ്റെ ആയുസ് എന്നൊക്കെ പറഞ്ഞാൽ തട്ടി വീണാൽ തീരാവുന്നതുള്ളൂ. പടച്ചോൻ കാക്കട്ടെ, അത്രേ ഉള്ളൂ, ആയുസ് അത്രേ ഉള്ളൂ. പക്ഷേ നമ്മൾ തട്ടി വീഴാതിരിക്കാൻ സൂക്ഷിക്കുക. ആയുസ്സൊക്കെ ഉണ്ടാവും, അതും അഭിമാനത്തോടെ ജീവിക്കാൻ പറഞ്ഞത്. മരണത്തെ ഭയപ്പെടരുത്. മരണം എപ്പോഴും വരാം. ജീവിക്കുമ്പോൾ ഒരു ജനാധിപത്യവാദിയായി സമൂഹത്തെ മുന്നിൽ കണ്ട് അവരുടെ സുരക്ഷിതത്വം നമ്മുടെ പൂർവികർ നേടിത്തന്ന, ചിലർ പറയില്ലേ, എടാ തറവാട് മുടിപ്പിക്കല്ലേ എന്ന് പറയും. കാരണന്മാരുണ്ടാക്കി തന്നെയാ, നീയായിട്ട് മുടിപ്പിക്കല്ലേ എന്ന് പറയും. പൂർവികരുണ്ടാക്കി തന്ന ഇന്ത്യയെ ഇവിടുത്തെ കൊള്ളക്കാരും ഭീകരവാദികളും ഫാഷിസ്റ്റുകളും തകർത്ത് തരിപ്പണമാക്കുമ്പോൾ, ജനങ്ങളെ അനാഥമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് തകർക്കല്ല എന്ന് പറയാനുള്ള ഒരു രാഷ്ട്രീയം ഇനി നമ്മൾ സംഘടിപ്പിക്കണം. അത് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. രാഹുൽ ഗാന്ധിയുടെ വണ്ടിയുടെ ബോഗി ഓരോന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ഇനി സ്വപ്നം കാണുകയാണ്. ഇനി ആ ആള് വരും, ഈ ആള് വരും, വന്നാൽ സാധ്യതയുണ്ട്, വന്നില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞല്ല. അതെന്തുമാകട്ടെ, നമുക്ക് ഒരു 25 കൊല്ലം കഴിയുമ്പോൾ എങ്കിലും ഇന്ത്യ രാജ്യത്ത് സർവ്വ സാമൂഹ്യ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഒരു പാർലമെന്ററി സംവിധാനം ഇന്ത്യ ഭരിക്കണമെന്ന് തീരുമാനിക്കണം. അതിന് എല്ലാ ജനവിഭാഗങ്ങളെയും കോർത്ത് അതിന് നമ്മളൊരു രാഷ്ട്രീയക്കാരനായി മാറണം. അത് മാന്യമായ പ്രവർത്തനമാണ്. എൻ്റെ വിശ്വാസത്തിനോ എൻ്റെ മൂല്യബോധത്തിനോ ഒന്നും ചേർന്നതല്ല എന്ന് വിചാരിക്കരുത്. ഏതെങ്കിലും കാട്ടുകള്ളന്മാര് പവിത്രമായ രാഷ്ട്രീയ പ്രവർത്തനത്തെ മലീമസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും വിട പറഞ്ഞുകൊണ്ട് മൂല്യബോധത്തിൻ്റെ, പ്രതിബദ്ധതയുടെ, ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ, രാഷ്ട്രസേവനത്തിൻ്റെ, തലമുറയ്ക്ക് കാവലൊരുക്കലിൻ്റെ, ഭരണഘടന പ്രയോഗവൽക്കരിക്കലിൻ്റെ ഒരു പാർലമെന്ററി രാഷ്ട്രീയത്തിന് വേണ്ടി നമുക്ക് ഒരുമയോടെ പ്രവർത്തിക്കാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളും ഇതുവരെയുള്ള ഏത് പാർട്ടിയിലാണെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയെന്നതല്ല, പാർട്ടിക്കാരെന്ത് തന്നുവെന്നതല്ല, ഇന്ത്യയുടെ പൊതുസമൂഹം ഭയപ്പെടേണ്ട ഒരു സ്ഥിതി സൃഷ്ടിച്ചത് ഇവരെല്ലാം ഭരിച്ചുകൊണ്ടിരുന്നതിൻ്റെ തുടർച്ചയാണല്ലോ എന്ന തിരിച്ചറിവിൽ നിന്നും RSS ഉണ്ടായത് നരേന്ദ്രമോദിയുടെ കാലം മുതലല്ല, വാജ്പേയിയുടെ കാലം മുതലല്ല, 925 തുടക്കം കുറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാലത്ത് തഴച്ചു വളർന്ന ഹിന്ദു മഹാസഭയുടെ പിൻബലത്തോടെ രാജ്യവ്യാപകമായി പടർന്നു പന്തലിച്ച് ഗോഡ്സയെ ആരാധിക്കുന്ന ഗാന്ധി വിരോധികൾ കോൺഗ്രസിലൂടെ വളർന്നു വന്ന് ഈ രാജ്യത്ത് സംഘപരിവാറിന് വളം കൊടുത്തുവെങ്കിൽ
എങ്കിൽ ഇന്നും RSSലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു സാമ്പ്രദായിക പാർട്ടികളിലും ആളുകളെങ്കിൽ അവിടെയാണ് തിരിച്ചറിയേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് പാർട്ടിയായാലും ഇതൊക്കെയാണ് സ്ഥിതിവിശേഷം. അവരാണ് രാജ്യത്തെ ഇങ്ങനെ എത്തിച്ചത്. നേതാക്കന്മാര് പറഞ്ഞു തരുന്ന എന്തെങ്കിലും വിശ്വസിച്ച് തലമുറയുടെ രാഷ്ട്രഭാവി കളയാതെ ഇത് തീരുമാനിക്കണം. എന്റെ മക്കൾക്കൊരു വീട് വേണം, അവർക്കൊരു വരുമാനം വേണം, അവർക്ക് വിദ്യാഭ്യാസം വേണം, സർവ്വ സൗകര്യങ്ങളും വേണം. അതിനേക്കാൾ അപ്പുറത്ത് ഇതെല്ലാം ഉപയോഗപ്പെടുത്തി സമാധാനത്തോടെ സ്വസ്ഥതയോടെ അവരിവിടെ ജീവിക്കുന്നൊരു ഭാവി വേണം. അതിന് ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം. അങ്ങനെ നാം എല്ലാവരും ജാതിമത ഭേദമന്യേ നമ്മുടെ ചുണ്ടുകൾ കാടുകൾക്ക് കൈമാറി ഈ ആശയം നെഞ്ചിലേറ്റി ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റമാക്കി ഇന്ത്യയിൽ ഇതിനെ മാറ്റുമ്പോൾ ആ മുന്നേറ്റം ഈ രാജ്യത്തിന്റെ ഭരണഘടന നടപ്പിലാക്കുന്ന രാഷ്ട്രത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തും. അന്ന് രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും സമാധാനമുണ്ടാകും, സ്വസ്ഥതയുണ്ടാകും, സുരക്ഷിതത്വമുണ്ടാകും, സൗഹൃദം രാജ്യത്തിന്റെ ഒരു സംസ്കാരമായി മാറും. ഒരുമയോടെ മുന്നോട്ട് പോകും. ഫെഡറൽ സംവിധാനം പരിരക്ഷിക്കപ്പെടും. മാനവിക മൂല്യങ്ങൾ പൂത്തുലയും രാജ്യത്ത്. അങ്ങനത്തെ ഒരുമയുടെയും സ്നേഹത്തിന്റെയും നന്മയുടെയും ഒരു രാഷ്ട്രീയത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഏത് പാർട്ടിയിൽ ഇതുവരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും എല്ലാത്തിനെയും വിലയിരുത്തിക്കൊണ്ട് ഈ ഒരു നിർഭയ രാഷ്ട്രീയത്തിൽ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, കിട്ടാനുണ്ട്. ധാർമ്മികമായി ഒരു വിശ്വാസിയാണെങ്കിൽ പരലോകത്ത് കിട്ടും. അതല്ല വിശ്വാസി അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ വലിയൊരു മാറ്റം കണ്ടുകൊണ്ട് മരിക്കാൻ അല്ലെങ്കിൽ അതിനു വേണ്ടി ഇടപെട്ടുകൊണ്ട് മരിക്കാൻ സാധ്യമാകും. അതെല്ലാ മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ നേരിന്റെ ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് പ്രചോദനം നൽകിക്കൊണ്ട് ഒരുമയോടെ നമുക്ക് മുന്നോട്ട് പോകാം. അതിന് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി. അസ്സലാമു അലൈക്കും.